നൈസായിട്ട് പണി കിട്ടി. പെട്രോൾ കഴിഞ്ഞു വണ്ടിയുടെ. അപ്പോൾ വണ്ടി തള്ളി കൊണ്ടുപോകുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഭാരം കാര്യങ്ങളൊന്നും വണ്ടിയുടെ ഭാഗത്തൊന്നും ഫീൽ ചെയ്യണില്ല. ഗൈസ്, ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ റിവ്യൂവിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റണത്. അതായത് നമ്മുടെ രാജ്യം ഇപ്പോൾ COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള വൈറസിന്റെ പിടിയിൽ ഇങ്ങനെ അമർന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എല്ലാവരും ജാഗ്രതയും മുൻകരുതലായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ പുറത്ത് പരമാവധി പോകാണ്ടിരിക്കുക, പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ തന്നെ തിരിച്ചെത്തിയതിന് ശേഷം കൈയൊക്കെ നന്നായിട്ട് സോപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴുകുക. പിന്നെ ആൾക്കൂട്ടത്തിലൊക്കെ പോകുന്ന സമയത്ത് ഒരു മാസ്ക് ഉപയോഗിക്കുക. എങ്ങാനും പുറത്തുനിന്ന് വന്നിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വിധേയരാകാൻ വേണ്ടി പറയുക. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഗായ്സ്, അങ്ങനെ നമുക്ക് അവസാനം ഹുസ്ക്വർണയുടെ സ്വാർട്ട്പിലൻ ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി KTM ഷോറൂമിലാണ്. ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സീറ്റ് ആയിട്ട് തന്നെ വണ്ടിയിൽ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ ഡ്യൂക്ക് 215 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 5 mm ഈ ഒരു ബൈക്കിൽ സീറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. വണ്ടിയുടെ എഞ്ചിൻ സൈഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ലോ എൻഡിൽ വലിയ തരത്തിലുള്ള പവറും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അതായത് ഒരു 5000 RPM താഴെ നോർമലായിട്ടുള്ള ഒരു ബൈക്ക് ഓടിക്കണ പോലത്തെ ഒരു ഫീലിംഗ് തന്നെയാണ്. പക്ഷെ ഒരു 7000 RPM, അതായത് ഒരു മിഡ് റേഞ്ചിനപ്പുറത്തേക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യണത്. പിന്നെ വണ്ടി പക്ക ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കാണുന്ന സമയത്ത് ഭയങ്കര വെയിറ്റ് ഉള്ള വണ്ടിയാണെന്നൊക്കെ തോന്നും. പക്ഷെ കയറിയിരുന്ന് ഓടിക്കുന്ന സമയത്ത് തീരെ വണ്ടിയിൽ വെയിറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഭയങ്കര സുഖമായിട്ട് തന്നെ വണ്ടി കൈകാര്യം ചെയ്യാം. ഇനി റൈഡിങ് പൊസിഷനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മുടെ ഡൊമിനാറിലൊക്കെ ഇരിക്കണ പോലത്തെ ചെറിയൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഞാൻ വണ്ടിയുടെ ആ ഒരു സെയിം ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സീറ്റിലിരിക്കുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ സീറ്റിനേക്കാളും കുറച്ച് പുറകോട്ടാണ്. വലിയ തരത്തിൽ പുറകിലേക്കല്ല, പക്ക ഒരു സ്പോർട്ടി ആയിട്ടുള്ള റൈഡിങ് പൊസിഷൻ തന്നെയാണ് വണ്ടിയുടെ എന്ന് പറയുന്നത്. ഇനി ഹാൻഡിലിൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ നിവർന്നിരിക്കുന്നത് ഈ ഒരു ലെവലൊക്കെയാണ്. കുറച്ച് കുനിഞ്ഞിട്ട് വേണം ഈ ഒരു ബൈക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. സീറ്റ് ഭയങ്കര വലിപ്പം കുറവാണ്. നീളം വീതിയൊക്കെ ഭയങ്കര കുറഞ്ഞിട്ടുള്ള ഒരു സീറ്റാണ് ഈ ഒരു ബൈക്കിൽ. ഞാൻ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം സീറ്റിൻ്റെ ആ ഒരു ഭാഗം. ഡ്യൂക്ക് 215 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് ഈ ഒരു വണ്ടിയിൽ പവറും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കേട്ടോ. അതായത് ആ ഒരു വണ്ടിയുടെ BHP എന്ന് പറയുന്നത് 30 ആണ്. ഈ ഒരു ബൈക്കിന് 31 BHP പവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ ബൈക്ക് പോലെ തന്നെ ഒരു 9000-10000 ആ ഒരു RPM തന്നെയാണ് മാക്സിമം പവർ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ടോർക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 24 Nm തന്നെയാണ് വണ്ടിയുടെ ടോർക്ക് എന്ന് പറയുന്നത്. ഒരു ടോപ്പ് ഗിയറിലും ഒരു കുറഞ്ഞ സ്പീഡിൽ വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്ക് വലിയ തരത്തിൽ ചെയിൻ്റെ ഭാഗത്തുനിന്ന് അടിയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ജർക്കിങ്ങോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി കയറി പോണത്. 6th ഗിയറിൽ നിന്ന് ക്ലച്ച് കാര്യമായിട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി റേസ് ചെയ്യാണ്ട് തന്നെ നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഗിയർ ബോക്സും കൂടെ നോക്കാം. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ്. വലിയ തരത്തിൽ ടൈറ്റോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും എനിക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. പക്ഷേ ഗിയർ ഇടുന്ന സമയത്ത് ഒരു ചാട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അത് ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞുകൊണ്ടാവണം, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തീർപ്പിക്കണ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യണ സമയത്ത്. ക്ലച്ചൊക്കെ ഒരു മിഡ് റേഞ്ചിലാണ് കേട്ടോ നിൽക്കുന്നത്. അത്ര സോഫ്റ്റ് അല്ല, അത്ര ഹാർഡും അല്ല. ആ ഒരു ഫീലിംഗ് ആണ് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. നമുക്ക് ട്രാഫിക്കിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെയിനും കാര്യങ്ങളൊന്നും വരലുകൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല ക്ലച്ചിൻ്റെ ആ ഒരു ലിവറിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ വൈബ്രേഷനെ കുറിച്ച് ചോദിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സ്പീഡിൽ ഇപ്പോൾ ഏകദേശം ഒരു 5000-6000 RPM ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ നിന്നും ഹാൻഡിലിൻ്റെ അവിടെ നിന്നൊക്കെ ചെറിയ തരത്തിൽ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്യൂക്ക് 215 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല പോലെ തന്നെ വൈബ്രേഷൻ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടോപ്പിൻ്റെ ഒന്നും നോക്കണമില്ല. എന്നാൽ വെച്ചാൽ ഒരു ഹയർ RPM എത്രത്തോളം വൈബ്രേഷൻ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. വൈബ്രേഷൻസ് ഉണ്ട് കേട്ടോ. ഹയർ RPM ലോ എൻഡിലും മിഡ് റേഞ്ചിലൊക്കെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിലിൻ്റെ അവിടെ നിന്നും ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ നിന്നും സീറ്റിൻ്റെ ഭാഗത്തുനിന്നും വൈബ്രേഷൻ നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു ബൈക്കിൽ. പിന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. പിന്നെ ഇതൊക്കെ ഫൈബറാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫൈബറാണ്. ഇതൊക്കെ മെറ്റലാണെങ്കിൽ പൊളിച്ചായിരുന്നു, വേറെ ലെവലായിരുന്നു ബൈക്ക്. പിന്നെ ഹുസ്ക്വർണ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി പുതിയൊരു കമ്പനിയാണെന്നാണ് എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു ഹുസ്ക്വർണ എന്ന് പറയുന്നത്. നിലവിൽ ഹസ്കർണ ഞാൻ ആദ്യം ഹസ്കർണ എന്നായിരുന്നു പറഞ്ഞു പറഞ്ഞത്. പക്ഷേ ഹുസ്ക്വർണ എന്നാണ് ശരിക്കുള്ള ഒരു പേര് എന്ന് പറയുന്നത്. 2013 ശേഷമാണ് ഈ ഒരു ബൈക്ക് KTM
ഏറ്റെടുക്കുന്നത്. അതായത് BMW ഉപയോഗിച്ചതിന് ശേഷം KTMലേക്ക് വരുന്നത് 2013 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. ഒരുപാട് ചരിത്രമുള്ള ഒരു ബൈക്ക് തന്നെയാണ്. വേണമെങ്കിൽ ഒരു എപ്പിസോഡായിട്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം ഇതിൻ്റെ ചരിത്രം വെച്ചിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹാൻഡിലിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരു മോഡലിൽ നമുക്ക് നോർമലായിട്ടുള്ള അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വിറ്റ്പിലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ക്ലിപ്പ് ഓൺ ഹാൻഡിലാണ് കേട്ടോ, 3 പീസ് ഹാൻഡിലാണ്. അത് കഫേ റൈസറാണ്. ആ ഒരു ബൈക്കും ഈ ഒരു ബൈക്കും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള രൂപത്തിൻ്റെ കാര്യത്തിലും റൈഡിങ് പൊസിഷൻ്റെ കാര്യത്തിലും വീലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ വണ്ടി നിർത്തുന്ന സമയത്ത് അതെന്തായാലും നിങ്ങളെ കാണിക്കാം. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നല്ല പോലെ തന്നെ വിൻ ബ്ലാസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു വിൻ ബ്ലാസ്റ്റ് തടയാനുള്ള യാതൊരു വിധത്തിലുള്ള വൈസറ കാര്യങ്ങളൊന്നും ഈ ഒരു ബൈക്കിൽ വന്നിട്ടില്ല. നമുക്ക് എന്തായാലും കസ്റ്റമായിട്ട് വൈസറും കാര്യങ്ങളൊക്കെ കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഒരു ടോപ്പ് എൻഡിൽ പോകുന്ന സമയത്ത് ചെറിയ തരത്തിലൊരു ജർക്കിങ് പോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ടയറിൽ എയർ കുറഞ്ഞിട്ടാണെന്ന് അറിയില്ല. പിന്നെ സീറ്റിൻ്റെ ലുക്കും ആ ഒരു കംഫർട്ടും വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഈ ഒരു ബൈക്കിൽ കംഫർട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്ലാസിക്കൽ ബൈക്കുകളെ പ്രേമിക്കുന്ന ആൾക്കാരുടെ സീസണാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാസിക്കൽ ബൈക്കുകൾ ഇപ്പോൾ വിപണിയിൽ പല കമ്പനികളും അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. പക്ക ഒരു ക്ലാസിക്കൽ സ്ക്രാംബ്ലർ പോലെ തന്നെയാണ് ഇത് ഫീൽ ചെയ്യുക. പക്ഷേ ഇതിൽ കൂടുതലും ഇലക്ട്രോണിക്സ് എലമെൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ക ക്ലാസിക്കൽ ലുക്കിലുള്ള ഒരു പക്ക ന്യൂജൻ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് വിളിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോങ് റൈഡിനേക്കാളും അത്യാവശ്യം നല്ല സിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ് നമ്മുടെ സ്വാർട്ട്പിലൻ എന്ന് പറയുന്നത്. ഈ ഒരു വളവൊക്കെ തിരിക്കുന്ന സമയത്ത് ചെറിയ തരത്തിൽ എനിക്ക് സീറ്റ് ആയിട്ടൊരു പാര പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടെ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു ആ ഒരു വളവിൽ കാലുകുത്തിയ സമയത്ത്. നൈസായിട്ട് പണി കിട്ടി. പെട്രോൾ കഴിഞ്ഞു വണ്ടിയുടെ. അപ്പോൾ വണ്ടി തള്ളി കൊണ്ടുപോകുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഭാരം കാര്യങ്ങളൊന്നും വണ്ടിയുടെ ഭാഗത്തൊന്നും ഫീൽ ചെയ്യണില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പെട്രോൾ അടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു ടാങ്ക് ഫൈബർ ആയിരുന്നു എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇതിൻ്റെ ടാങ്ക് പാനലും കാര്യങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ ഫൈബർ. ഇതിൻ്റെ ടാങ്ക് പെട്രോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ RC200 250 ഒക്കെ പോലെ തന്നെ മെറ്റലാണ്. പിന്നെ സസ്പെൻഷനെ കുറിച്ചും കൂടെ പറയാം. ഇപ്പം എന്തായാലും ഒരു ഹമ്പെത്തിയ സ്ഥിതിക്ക് ഈ ഒരു മോഡലിലും നമ്മുടെ KTM 250 വന്നിട്ടുള്ള സെയിം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അക്കാര്യത്തിലൊന്നും വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കും ഫ്രണ്ടിൽ WPയുടെ അപ്സൈഡ് ഡൗൺ ഫോർക്കുമാണ്. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കോർണറൊക്കെ ചെയ്യണ സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് തന്നെ വണ്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. വേറെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് പോകണ പോലത്തെ ഫീലിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല വണ്ടിയൊക്കെ എടുത്തെടുക്കുന്ന സമയത്തൊന്നും. പിന്നെ ടാങ്കിൻ്റെ പുറത്തായിട്ട് നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാനുള്ള റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഫൈബറാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് ലഗേജ് ക്യാരി ചെയ്യാനുള്ള ഒരു റാക്ക് മാത്രമല്ല, ടാങ്കിൻ്റെ നല്ല തരത്തിൽ തന്നെ സ്ക്രാച്ചിൽ നിന്നൊക്കെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി ഞാൻ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുസ്ക്വർണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ എൻട്രി ലെവൽ സ്ക്രാംബ്ലർ ബൈക്കായ നമ്മുടെ സ്വാർട്ട്പിലൻ എന്ന് പറയുന്നത്. സ്വാർട്ട്പിലൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആരോ എന്നാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. സിംപ്ലിസിറ്റീനൊക്കെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് തന്നെ വേണമെങ്കിൽ വിളിക്കാം. ജാവ പെരാക്ക് പോലെ തന്നെ എക്സ്ട്രാ നമുക്ക് അഴിച്ച് കളയേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആക്സറീസും കാര്യങ്ങളൊന്നും ഈ ഒരു ബൈക്കിൽ വന്നിട്ടില്ല. ഇതിൽ എല്ലാം ഓൾറെഡി അഴിച്ച് കളഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാലും എല്ലാ സംഭവങ്ങളും ബൈക്കിൽ തന്നെയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. അതിന് മുമ്പ് ടാങ്കിൻ്റെ ഈ ഒരു മുകളിലായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കീ സെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള LED ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഗ്ലാസ് അല്ല കേട്ടോ, ഇത് ഫൈബർ തന്നെയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. നമ്മൾ ആ ഒരു സീറ്റിലിരുന്ന് നോക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം അവിടെ ഉണ്ടെന്ന് തന്നെ ഫീൽ ഇല്ല. ഇനി ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള DRLs ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രകാശം തന്നെയുള്ള ഹെഡ്ലൈറ്റ് ആണെന്നാണ് കമ്പനി പറഞ്ഞത്. എന്തായാലും നമുക്ക് നൈറ്റ് ഓടിച്ച് നോക്കിയാൽ മാത്രമാണ് ആ ഒരു എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ LED തന്നെയാണ്. നമ്മൾ കസ്റ്റമായിട്ട് പുറത്തുനിന്ന് ചെയ്യണ തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഫ്ലാറ്റ് ആയ പോലത്തെ ഒരു ഇൻഡിക്കേറ്ററാണ്, പുറത്തേക്ക് തള്ളി നിൽക്കണമൊന്നുമില്ല. പിന്നെ മഡ് ഗാർഡിനും വലിപ്പം കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരു പ്രത്യേക ഡിസൈനിലാണ് മഡ് ഗാർഡ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. 250 അതേപോലത്തെ മഡ് ഗാർഡും കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു സസ്പെൻഷന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗം കൂടെ ഈ ഒരു മഡ് ഗാർഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ തരത്തിൽ എന്തായാലും ചെളിയൊന്നും വന്ന് പറ്റിപ്പിടിക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു LED ടൈൽ ലാമ്പാണ്. പക്ഷേ ഇതിൻ്റെ DRL പോലെ തോന്നിക്കണം ഈ ഒരു സംഭവം. അത്യാവശ്യം നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ഞാനൊന്ന് ജസ്റ്റ് ചവിട്ടി കാണിച്ചു തരാം. ആകെ ഒരു 1 2 3 4 5 ലൈറ്റ് 4 ലൈറ്റാണ് ശരിക്കും ടൈൽ ലാമ്പിൽ വന്നിട്ടുള്ളത്. എന്തായാലും നൈറ്റ്
കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭംഗി എന്തായാലും ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ബൈക്കിന് ഉണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കാം. പിന്നെ അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടി വാങ്ങിച്ച ഉടൻ തന്നെ ആ ഒരു ടൈൽ ഊരി കളഞ്ഞിട്ട് കസ്റ്റം ആയിട്ടുള്ള ടൈലും കാര്യങ്ങളൊക്കെ കയറ്റാന്നുള്ള ഒരു സംഭവം. ഈ ഒരു മോഡലിൽ നമുക്ക് അങ്ങനെ ഊരി കളയാൻ ടൈലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. മഡ്ഗാർഡിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാക്കിലത്തെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്പർ പ്ലേറ്റ് മഡ്ഗാർഡിലായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം എന്തായാലും ഊരിക്കളയാനൊന്നും പറ്റുന്നില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഡ്ഗാർഡ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈഡൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സിംഗാമും കാര്യങ്ങളൊക്കെ നമ്മുടെ KTM 250 സെയിം ആണ്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫുഡ് റെസ്റ്റിന്റെ ഭാഗത്തും നമ്മൾ ഇതുവരെ കാണാത്ത ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊരു ഒറ്റ അസംബ്ലിയിൽ തന്നെയാണ് ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി സീറ്റിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മോഡലിൽ സ്പ്ലിറ്റ് സീറ്റ് ആണ് വന്നിട്ടുള്ളത്. ഒറ്റ ഓട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ സിംഗിൾ സീറ്റ് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക. തീരെ വീതി കുറഞ്ഞിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എന്താ പറയുക ചുരുങ്ങിപ്പോയി സീറ്റിന്റെ വലിപ്പം എന്ന് പറയുന്നത്. മീഡിയം സോഫ്റ്റ്നെസ് മാത്രമാണ് സീറ്റിന്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണത്. ബാക്ക് സീറ്റ് ഫ്രണ്ട് സീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി കൂടെ സോഫ്റ്റ് ആണെന്ന് തോന്നി. പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ വലിയ തരത്തിലുള്ള കംഫർട്ട് ബാക്ക് സീറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഗ്രാബ് റെയിലിനെ കുറിച്ച് പറയാൻ വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ബൈക്കുകളിലൊക്കെ കാണില്ല അത്തരത്തിലുള്ള ഒരു ലുക്കാണ് ഇതിന്റെ ഗ്രാബ് റെയിലിനൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇനി വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് 835 mm തന്നെയാണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് മാത്രം ഹൈറ്റ് കുറഞ്ഞവർക്ക് കൊണ്ടുനടക്കാം. ഇപ്പോൾ 5.5 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതിനും താഴെ ഹൈറ്റ് ഉള്ളവർക്ക് വലിയ തരത്തിലുള്ള ഒരു കംഫർട്ട് എന്തായാലും സീറ്റ് ഹൈറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇനി മീറ്ററിന്റെ ഒരു ഭാഗം കൂടെ നോക്കാം. നമുക്കൊരു ക്ലാസിക്കൽ ലുക്കിലുള്ള ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട ബേസ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും മീറ്ററിൽ വന്നിട്ടുണ്ട്. അതായത് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ഹീറ്റ് കാണിക്കുക, ഇപ്പുറത്തെ സൈഡിലായിട്ട് ഫ്യൂൽ ഗേജ് കാണിക്കും. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ സ്പീഡ് കാണിക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടാക്കോമീറ്റർ വന്നിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടാണ് ഇതിന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മോഡലിൽ ഡ്യൂക്ക് 250 പോലെ തന്നെ നമുക്ക് സൂപ്പർ മോട്ടോ മോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് റിയർ വീലിന്റെ ABS കാര്യങ്ങളൊക്കെ ഓഫ് ആക്കാനായിട്ട് പറ്റും. പക്ഷേ മീറ്ററിന്റെ ഭാഗത്ത് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്ററാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തതെന്ന് തോന്നിയില്ല. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ഫൈബർ കവറിംഗ് ആണ് ഇതിന്റെ മേൽഭാഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെ ഫോഗ് ഇതിൽ കയറുമെന്ന് ചെറിയൊരു ഡൗട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അത്ര ക്വാളിറ്റിയുള്ള കവറിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ സ്വിച്ചുകളുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നോർമലായിട്ട് ഡ്യൂക്ക് 200 കാണുന്ന പോലെ തന്നെ എഞ്ചിൻ ഓൺ ഓഫ് ബട്ടൺ, പിന്നെ തൊട്ട് താഴെയാണ് സെൽഫ് സ്വിച്ച് വന്നിട്ടുള്ളത്. ഫെദർ ടച്ച് ആണ് കേട്ടോ. ഒരൊറ്റ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആയിക്കോളും. പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് പാസ് സ്വിച്ച് വന്നിട്ടുള്ളത്. പിന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ, നോർമൽ ആയിട്ടുള്ള ഹോൺ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിന്റെ ടാങ്കും സീറ്റൊക്കെ ഒരേ ഒരു ഫ്ലോയിൽ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഇരിക്കുന്ന സമയത്ത്. പക്ഷെ കാണുന്ന സമയത്ത് ടാങ്കിനേക്കാളും കുറച്ച് താഴെയായിട്ടാണ് സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ടാങ്കിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് 35 കിലോമീറ്ററോളാണ് വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി പറഞ്ഞ ഈ ഒരു ബൈക്കിൽ 9.5 ലിറ്റർ മാത്രമാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൂറിങ്ങിനേക്കാളും സിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കാണെന്ന്. അതിന് പറയാനുള്ള ഒരു കാരണം ഈ ഒരു ടാങ്ക് കപ്പാസിറ്റിയും കൂടിയാണ്. വളരെ കുറഞ്ഞു പോയി. 9.5 ലിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ടിക്കുക. ഒരു 320 കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഈ ഒരു ബൈക്കിൽ. പിന്നെ ടാങ്കിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാൻ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ റൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിംഗിൾ പീസാണ്. ഇവിടം വരെ ഒരൊറ്റ പീസാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രാഫിക്സ് എന്ന് പറയാൻ ആകെ കൂടെ ഈ ഒരു സ്റ്റിക്കർ മാത്രമാണ് കാണാനുള്ളത്. പിന്നെ ഇതിന്റെ വണ്ടിയുടെ പേര് ഈ ഒരു സൈഡിൽ ടാങ്കിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലോഗോ പോലെ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സെമി ഓഫ് റോഡർ ബൈക്ക് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 145 സംതിങ് ഒക്കെയാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉറപ്പായിട്ടും നമുക്ക് ഓഫ് റോഡ് പോയിട്ട് നല്ലൊരു ഹമ്പ് തന്നെ ചാടാൻ പറ്റില്ല. അങ്ങനെ പോയാലും അടിഭാഗം ഒരഞ്ഞു പോകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ കാർഡ് എന്ന് പറയുന്നത് മെറ്റലാണ് കേട്ടോ. ഞാനിത് ഫൈബർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ തന്നെയാണ്. വലിയ തരത്തിൽ ഹമ്പ് ചാടിയാലും ആ ഒരു സൈലൻസറിന്റെ ഭാഗത്തേക്ക് ആഘാതം ഏൽക്കാനുള്ള സാധ്യതയില്ല ഈ ഒരു പ്രൊട്ടക്ഷൻ കാർഡ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് MRFന്റെ ഡബിൾ പർപ്പസ് ടയറാണ്. 150/60 തന്നെയാണ് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ഒരു ടയർ തന്നെയാണ് കേട്ടോ. നമ്മൾ കോർണർ ചെയ്യണ സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് സസ്പെൻഷന്റെ ഭാഗത്തു നിന്നുള്ള പോലെ തന്നെ ടയറിന്റെ ഭാഗത്തു നിന്നും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് നോർമലായിട്ട് 110/70 തന്നെയാണ്. ഇപ്പുറത്തെ സൈഡിൽ വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ബാക്ക് സീറ്റ് അഴിക്കാനുള്ള കീ സെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഫുൾ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് എക്സിസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഹുസ്ക്വർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ ഇവിടെയും കാണാനുണ്ട് കേട്ടോ. വണ്ടിയുടെ സൗണ്ടും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഏകദേശം ഡ്യൂക്ക് 250യുടെ സെയിം സൗണ്ട് തന്നെയാണ്. പക്ഷേ ഇത്തിരി കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഡ്യൂക്ക് 250യുടെ ഒരു ലൗഡായിട്ടുള്ള ഭയങ്കര ബാസോട് കൂടിയിട്ടുള്ള സൗണ്ടാണ് ചെയ്ത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് പോലെയാണ് ഫീൽ ചെയ്യണത്.
പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയി. ബ്രേക്കിങ്ങിൻ്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS ആണ്. നമുക്ക് റിയർ വീലിൻ്റെ ABS ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ബ്രേക്ക് തന്നെ വേണമെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ വിളിക്കാം. ഫ്രണ്ടിൽ 300 mm ആണെന്ന് തോന്നുന്നു, 300-320. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ 320 കണ്ടത്. ബാക്കിൽ 230 mm. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോ ഹീറ്റിങ്ങിൻ്റെ ഭാഗത്തോ എനിക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും വണ്ടിയുടെ ഭാഗത്തൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. എന്തായാലും വിറ്റ്പിലിൻ്റെ സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഏകദേശം സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ട് ബൈക്കിനും വന്നിട്ടുള്ളത്. ഞാൻ പൊതുവെ മെയിനായിട്ട് വന്നിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ ഒരു മോഡലിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റും ആ ഒരു മോഡലിൽ നമുക്ക് സിംഗിൾ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റിന്റെ കവറിങ്ങിലും ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ വിറ്റ്പിലൻ അഥവാ നമ്മുടെ വൈറ്റ് ആരോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന്റെ സീറ്റ് എന്ന് പറയുന്നത്. ഇത് പക്ക ഒരു കഫേ റേസർ എന്ന് തന്നെ പറയാട്ടോ. നമ്മുടെ കോണ്ടിനെന്റൽ GT ഒക്കെ പോലെ തന്നെ ആ ഒരു ഫീൽ തരുന്ന രീതിയിലുള്ള ഹാൻഡിലിങ്ങും റൈഡിങ് പൊസിഷനും ഒക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ഇതുമായി കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ഒരു കിറ്റില്ലാത്തൊരു RC200 ഇരിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. RC200 എന്ന് പറയാൻ പറ്റില്ല, ഹാൻഡിലൊക്കെ ഇത്തിരി കൂടെ നീളം കൂടുതലുണ്ട്. അപ്പോൾ ഒരു RC390 ഇരിക്കണ ഒരു ഫീലിംഗ് തന്നെയാണ്. പിന്നെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ സീറ്റിനായിട്ടും ഒരുപാട് ബാക്കിലേക്കായിട്ടാണ് ഫീൽ ചെയ്യണത്. ഈ ഒരു മോഡലിന്റെ ടാങ്കിൽ നമുക്ക് ആ ഒരു ലഗേജ് റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ട് മോഡലിലും ഒരേ ഡിസൈനിലുള്ള മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. വലിയ തരത്തിലുള്ള വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും മിററിന്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ തന്നെ ബാക്കിലത്തെ കാഴ്ചകളൊക്കെ മിററിൽ കാണാനുണ്ട്. ഈ ഒരു ബൈക്കിൽ ബാക്കിൽ ഒരാളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റേ ബൈക്കിനാളും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്കാ സോളോ റൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു ബൈക്ക് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യണത്. പക്ഷെ ഇത്തരത്തിൽ കഫേ റേസർ ബൈക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത്യാവശ്യം നല്ലൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. ഇനി വന്നിട്ടുള്ള വേറൊരു മാറ്റം എന്ന് പറയുന്നത് വണ്ടിയുടെ അലോയ് ആണ്. ഈ ഒരു മോഡലിൽ മറ്റേ മോഡലിനെക്കാട്ട് സ്പോക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അതായത് ഈ ഒരു സംഭവങ്ങളുടെ എണ്ണം കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഇതിൽ നോർമലായിട്ട് നമ്മുടെ ഡ്യൂക്ക് 250 വന്നിട്ടുള്ള പോലത്തെ തന്നെ MRFന്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡലിന്റെ സൈലൻസറിന്റെ ഭാഗത്തും ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് ഈ ഒരു ഗാർഡും കാര്യങ്ങളൊന്നും ആ ഒരു ബൈക്കിന്റെ സൈലൻസറിൽ കാണാനില്ല. റേഡിയേറ്ററിന്റെ ഇവിടെയുള്ള ഈ ഒരു ഗാർഡിന് ഈ ഒരു മോഡലിൽ ഗ്രീൻ കളറും ഈ ഒരു മോഡലിൽ വൈറ്റ് കളറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് എടുത്ത് പറയാൻ മാത്രമുള്ള എത്ര മാറ്റങ്ങൾ മാത്രമാണ് ഈ രണ്ട് ബൈക്കുകളും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗായ്സ്, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വിറ്റ്പിലിന്മേ ഇരുന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമലായിട്ടുള്ള കഫേ റേസർ ബൈക്കുകളൊക്കെ പോലെ തന്നെ നല്ല പോലെ മുമ്പോട്ട് കുനിഞ്ഞിരുന്നിട്ട് വേണം ഈ ഒരു ബൈക്ക് ഓടിക്കാൻ. പക്ഷേ തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ മുമ്പ് ഓടിച്ചിട്ടുള്ള GT ആണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏത് വണ്ടി ആണെച്ചാലും നല്ല രീതിയിൽ വെയിറ്റ് ആ ബൈക്കുകൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ടോപ്പ് എൻഡിലൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇത് നല്ല രീതിയിൽ കാറ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഒരു കംഫർട്ട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി ജസ്റ്റ് വണ്ടിയുടെ സർവീസ് കോസ്റ്റ് ഓൺ റോഡ് പ്രൈസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് 2,15,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ഓവർ പ്രൈസ് ആണോ എന്ന് ചോദിക്കാന്ന് വെച്ചാൽ നിലവിൽ ഇന്ത്യയിലെ 250cc സെഗ്മെന്റിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വണ്ടികളിൽ വില കുറവിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു ബൈക്കാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്തും വലിയ തരത്തിൽ ഇത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പരമാവധി ഈ രണ്ട് ബൈക്കുകളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓടി പടഞ്ഞു പോയിട്ട് ഈ ഒരു ബൈക്ക് വാങ്ങാണ്ടിരിക്കുക. ഒരു 2-3 കിലോമീറ്റർ ഒക്കെ ഓടിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബൈക്കാണെങ്കിൽ മാത്രം ഈ ഒരു ബൈക്ക് നിങ്ങൾ എടുത്താൽ മതിയാവും. പിന്നെ സർവീസ് കോസ്റ്റിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള 250cc ബൈക്ക് പോലെ തന്നെ ഒരു 1000 ആണ് ഫസ്റ്റ് സർവീസിൽ വരുന്നത്. 7500 കിലോമീറ്റർ ആണ് സർവീസ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ പെയ്ഡ് സർവീസ് ഒക്കെ ഏകദേശം ഒരു 2500 രൂപയുടെ താഴെ മാത്രമായിരിക്കും എന്നാണ് കമ്പനിയിലുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ സർവീസ് സെന്ററുകളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ KTMന്റെ സെയിം സർവീസ് സെന്ററിലാണ് ഈ ഒരു ബൈക്കിന് സർവീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും ഡ്യൂക്ക് 250യുടെ സെയിം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് സെയിൽ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അങ്കമാലി KTM ഷോറൂമിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വിളിച്ചൊന്ന് ക്ലിയർ ആക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്.